സിൽവർ ലൈൻ പദ്ധതിയിൽ ദക്ഷിണ റെയിൽവേയുമായുള്ള ആദ്യഘട്ട ചർച്ച അനുകൂലമെന്ന് കെ റെയിൽ MD അജിത് കുമാർ. DPRൽ അടക്കം മാറ്റങ്ങൾ വരുത്തി പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്ന് കേന്ദ്രത്തിലെ സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് വ്യക്തമാക്കി. അതത് സർക്കാരിന്റെ ജനവിരുദ്ധ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് കെ റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ സിൽവർ ലൈന് വീണ്ടും പ്രതീക്ഷ. വിഷയത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടാകുമെന്നും പ്രാരംഭഘട്ട ചർച്ചകൾ പോസിറ്റീവായിരുന്നുവെന്നും കെ റെയിൽ MD അജിത് കുമാർ. ഇത് കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും. കേരളത്തിൽ സിൽവർ ലൈൻ നടപ്പിലാക്കാൻ കഴിയുമെന്ന് സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയുള്ളതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് പദ്ധതിയെ എതിർക്കാൻ കഴിയില്ലെന്നും KV തോമസ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരളത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വികസനമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ വെറും രാഷ്ട്രീയ പ്രേരിതമായി നിൽക്കാൻ പറ്റത്തില്ല. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കൂടി ഇൻവോൾവായ ഒരു കേരള കോർപ്പറേഷൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ BJPക്ക് എങ്ങനെ എതിർക്കാൻ പറ്റും? കോൺഗ്രസും ഈ രാജ്യത്തിന്റെ വികസനത്തിൽ നിൽക്കേണ്ട ആളുകളല്ലേ. കോൺഗ്രസിനും വലിയ സംഭാവന ചെയ്യേണ്ട ഒരു പാർട്ടിയല്ലേ. അപ്പോൾ അന്ധമായ രാഷ്ട്രീയ എതിർപ്പ് അല്ല നമുക്ക് വേണ്ടത്. ജനപ്രിയ കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വികസന കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ചു. അതേസമയം സർക്കാരിന്റെ ജനവിരുദ്ധ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നാണ് കെ റെയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നിലപാട്. പദ്ധതി സംബന്ധിച്ച് നിർണായക യോഗം നടക്കുമ്പോൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചായിരുന്നു സമിതിയുടെ പ്രതിഷേധം. വീണ്ടും ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് വരുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക താൽപര്യം മാത്രമാണ്. ജപ്പാനിൽ നിന്ന് ലോൺ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ഇത്ര വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഇതിനോട് വഴങ്ങിയാൽ ശക്തമായ ചെറുത്തുനിൽപ്പുണ്ടാകും. പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിന് പ്രാരംഭഘട്ട ചർച്ചകളിൽ അനുകൂല നിലപാടുണ്ടായത് ആശ്വാസകരമാണ്. എന്നാൽ മുന്നോട്ടുള്ള ചർച്ചകളിൽ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കണ്ടറിയണം. ന്യൂസ് മലയാളം, കൊച്ചി.